അസ്സലാമു അലൈക്കും, നമസ്തേ, നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് വൈബ് വിത്ത് ഡോക്ടർ അപ്പു. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നോബിൾ ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ആണ്, ഹു ഇസ് വർക്കിംഗ് ഇൻ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ഹോസ്പിറ്റൽസ് ഓഫ് അബുദാബി, വിച്ച് ഇസ് LLH ഹോസ്പിറ്റൽ മുസാഫ. നൺ അതർ ദാൻ ഡോക്ടർ അരുൺ ഹരി. ഒരുപാട് ലൈഫ് സേവിങ് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് ഇന്നും കൂടി എമർജൻസി പ്രൊസീജിയേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ സ്കെഡ്യൂളിൽ നിന്നും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിന് താങ്ക് യു സോ മച്ച് ഡോക്ടർ. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഡോക്ടർ, നമ്മൾ സമയം കളയാതെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വൈ കാർഡിയോളജി? ഞാനൊരു ചെറിയ കഥ പറയാം. ഓക്കെ. ഹൗസ് റെഞ്ച് പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു 41 ഇയർ ഓൾഡ് ഒരു പയ്യൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു. ഓക്കെ. അന്ന് എൻ്റെ സാറും ഉണ്ടായിരുന്നു. സാർ ഉടനെ തന്നെ നമ്മളൊരു കാത്ത് ലാബിൽ പോയി ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തു. പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തി. നല്ല സിക്കായിരുന്നു ആ പേഷ്യൻ്റ്. ഓക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങി ഐസിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ആ പയ്യൻ്റെ അമ്മ വന്നിട്ട് ഞാനാണ് ട്രീറ്റ് ചെയ്തതെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ വന്ന് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, താങ്ക് യു, എൻ്റെ മോനെ രക്ഷിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ശരിക്കും ഞാനല്ല രക്ഷിച്ചത്, എൻ്റെ സാറാണ് രക്ഷിച്ചതെങ്കിലും ഓക്കെ. അന്ന് ആ ഒരു ഫീലിംഗ്, അന്ന് ഞാൻ വിചാരിച്ചു ഞാനും കാർഡിയോളജി എടുക്കണം യെസ്. എന്ന്. എനിക്ക് അതായിരുന്നു സേവിങ് ലൈഫ് അല്ലേ, അറ്റ് എമർജൻസി സിറ്റുവേഷൻസ്. എനിക്ക് തോന്നുന്നു അതിന്റെ സംതൃപ്തി വേറെ ലെവലാണ് അല്ലേ ഡോക്ടർ? വേർഡ്സ് ആർ നോട്ട് ഇനഫ് അല്ലേ ടു എക്സ്പ്ലെയിൻ. ഓക്കെ. അപ്പം എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറിൻ്റെ ഈ ഒരു എക്സ്പെർട്ടീസിൽ ഡോക്ടർ ഡെയിലി ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ടല്ലോ. അതിൽ ഡോക്ടർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, തീർച്ചയായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. അതിൽ ഡോക്ടറിനെ ഒരുപാട് അലട്ടിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ലൈക്ക് യു ആർ കൈൻഡ് ഓഫ് വെരി കൺസേൺഡ്, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഡോക്ടറിന് തോന്നി എന്തെങ്കിലും ഒരു റീസെൻ്റ് ആയിട്ട്? പണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഐസിയുയിൽ കിടക്കുന്നു, മക്കള് വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതായിരുന്നു സിനാരിയോ. ഇപ്പം ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ മോൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അകത്ത് ഐസിയു കിടക്കുന്നു, അച്ഛനും അമ്മയും വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു മോന് വേണ്ടി. ഇതാണ് ആ സിനാരിയോ. ഇപ്പം യങ്സ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് ഹാർട്ട് പ്രോബ്ലംസ് എല്ലാം കൂടുതലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും ഒക്കെയാണ് അതിൻ്റെ ഒരു കാരണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചേഞ്ച്. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ ജെൻസിയോട് ഡോക്ടറിനൊരു അഡ്വൈസ് കൊടുക്കുന്നവർക്ക് ഇഷ്ടമല്ല, എന്നിരുന്നാൽ കൂടി ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ബിക്കോസ് യു ആർ ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ഫീൽഡ്സ് ഓഫ് മെഡിസിൻ വിച്ച് ഇസ് കാർഡിയോളജി, അതിൽ ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഇപ്പം. നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫ്, നമ്മൾ ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ ആർക്കും ഒന്ന് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നമ്മളൊരു കാറ് മേടിക്കുന്നു, എവറി ഇയർ നമ്മൾ സർവീസ് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓയിൽ ചേഞ്ച് ചെയ്യുന്നു. അതേപോലെ അതേപോലെ എവറി ഇയർ ഒരു ബേസിക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഇപ്പം ഏജ് ഒരു ക്രൈറ്റീരിയ അല്ല. പണ്ട് മോർ ദാൻ 40 എന്നൊക്കെ പറയും. ഇപ്പം ഈവൻ യങ്സ്റ്റേഴ്സ് പോലും നമ്മൾ എവറി ഇയർ ഒരു ബേസിക് ചെക്കപ്പ് ചെയ്യണം. അതൊരു കമ്പൽസറി ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ എങ്ങനെ ലൈഫും ഹോബീസും പാഷനും അതിനൊക്കെ സമയം കണ്ടെത്തി? കാരണം ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയിരിക്കും, എന്നിരുന്നാൽ കൂടി ബിസി പോലെ നമ്മളും ബിസിയാണ്. എന്നാലും നമുക്ക് എത്താണ് ഇഷ്ടം. എക്സാമ്പിൾ ഞാനിപ്പം ഇടയ്ക്കൊരു ബൈക്ക് റൈഡിനൊക്കെ പോകും. അതെനിക്കൊരു ലോങ് ഡ്രൈവ്സ് പോകുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഫ്രീ ടൈം. പിന്നെ ഡീസ്ട്രെസ് യുവർസെൽഫ് അല്ലേ, ഇൻ വാട്ട് യു ലൈക്ക് ആൻഡ് സംതിങ് ഗുഡ്. ഇനി നമ്മൾ ഡീസ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പല രീതിയിലുള്ള ഡീസ്ട്രെസ് ആണ് തിരിയുക. നല്ല രീതിയിലുള്ള ഡീസ്ട്രെസ്. അപ്പം ഈ എന്താ പറയുക, തീർച്ചയായിട്ടും വാല്യൂ യുവർ ഹെൽത്ത്, വാല്യൂ യുവർ ലൈഫ് സ്റ്റൈലിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം. അതിനോടൊപ്പം ഡോക്ടറിനോട് ഞാൻ ഒരു സജഷൻ കൂടി, ഒരു ന്യൂജൻ സ്റ്റൈലിൽ ചോദിച്ചാൽ ഡോക്ടർ എന്താ പറയും? YOLO, you only live once. Okay, so live it to the fullest അല്ലേ? എൻജോയ് ചെയ്യുക. ഓക്കെ. വലിയ കളത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എൻജോയ് ചെയ്യുക ആൻഡ് ട്രൈ ടു ലിവ് എ ഗുഡ് ലൈഫ്. ലൈഫ് ഇസ് പ്രഷ്യസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ അരുൺ ഫോർ യുവർ ടൈം ആൻഡ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും നല്ല കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞതിന് താങ്ക് യു. നന്ദി. താങ്ക് യു.